അനൂപേ, ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ കോൺഗ്രസിന്റെ കൗൺസിലർമാർ അവിടെ എത്തുന്നു. ഇദ്ദേഹം തന്നെ പറഞ്ഞത് എന്താ? CPM-ന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചത് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കണ്ട എന്നാണ്. എങ്കിൽ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കേണ്ടാത്ത CPM-ന്റെ കൗൺസിലർമാരടക്കമുള്ള CPM-ന്റെ നേതാക്കന്മാർ, അവരുടെ ഗുണ്ടകളൊക്കെ എന്തിനവിടെ വന്നു? ഇവരുടെ 3 കൗൺസിലർമാർക്ക് പരിക്കേറ്റു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 3 കൗൺസിലർമാർ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്ന ആണ് ഇവരുടെ തീരുമാനമെങ്കിൽ അവരെന്തിനവിടെ വന്നു? CPM-ന്റെ മറ്റു പലർക്കും പരിക്കേറ്റെന്ന് പറഞ്ഞു, അവരെന്തിനു വന്നു? അപ്പോൾ അവിടെ അലമ്പുണ്ടാക്കാൻ വന്നത് CPM-ന്റെ നേതൃത്വത്തിലാണെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ടല്ലോ. കോൺഗ്രസിന്റെ കൗൺസിലർമാർ ആവശ്യപ്പെട്ടത് പ്രകാരം, കോടതിയിൽ പോയത് പ്രകാരം പോലീസ് സംരക്ഷണം കിട്ടുകയും പോലീസ് 100ഓളം പോലീസ് ഉദ്യോഗസ്ഥർ DYSPയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കേണ്ട എന്ന രാഷ്ട്രീയ തീരുമാനമെടുത്ത സംഘടനയുടെ നേതാക്കന്മാരും കൗൺസിലർമാരും എന്തിനവിടെ വന്നു? ഒന്നുകിൽ ഇവർ അലമ്പുണ്ടാക്കാൻ വന്നത്, അല്ലെങ്കിൽ ഈ പരിക്കേറ്റു എന്ന് പറഞ്ഞ 3 വനിതാ കൗൺസിലർമാരും ഈ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ വന്നതായിരിക്കണം. അപ്പോൾ അവർക്ക് പരിക്കേറ്റത് CPM-കാരിൽ നിന്നായിരിക്കണം. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഈ കലാരാജു തന്നെ ഈ ചർച്ച തുടങ്ങിയപ്പോൾ അനൂപിനോടും കേരളം മുഴുവൻ കാണുന്ന ഈ മനോരമയുടെ പ്രേക്ഷകരോടും പറഞ്ഞല്ലോ അവർക്ക് നേരിട്ട അനുഭവത്തെക്കുറിച്ച്. അവർ നേരിട്ട അനുഭവത്തെക്കുറിച്ച് അവർ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് എന്തഭിപ്രായമാണ് CPM-ന്റെ ഏരിയ സെക്രട്ടറി പറയുന്നത്? അവർ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്നാണ് ഏരിയ സെക്രട്ടറി പറയുന്നത്. ഇതാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. CPM സമ്മതിക്കുന്നില്ല. കേരളത്തിലെ മുഴുവൻ ആളുകളും, ലോകം മുഴുവനുള്ള ആളുകളും ദൃശ്യമാധ്യമങ്ങളിലൂടെ നേരിട്ട് കണ്ട കാര്യമാണ്. സെക്രട്ടേറിയറ്റിൽ നിയമസഭയുടെ അകത്ത് അലമ്പുണ്ടാക്കി നിയമസഭയിലെ സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുന്നത്. എന്നിട്ട് ഇവർ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്, അല്ലേ? അപ്പൊ സമാനമായ സാഹചര്യമാണ് കൂത്താട്ടുകുളത്ത് നടന്നത്. ഇവിടെ CPM-ന്റെ പ്രവർത്തകരുടെ ഇരട്ടിയോളം പോലീസുകാരുണ്ടായിട്ടും പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് കലാരാജു മുനിസിപ്പൽ ഓഫീസിൽ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന അവിടുത്തെ കൗൺസിലറായിട്ടുള്ള കലാരാജു അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം നിറവേറ്റാൻ വന്ന അവരെ CPM-ന്റെ നേതാക്കന്മാർ നിർബന്ധിച്ച് വലിച്ചഴച്ച് ചെയർപേഴ്സന്റെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത്, അല്ലേ? എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് അവർ സ്വമേധയാ കയറിയതാണെന്ന് അവർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കലാരാജു ജീവിച്ചിരിക്കുകയല്ലേ? ജീവിച്ചിരിക്കുന്ന കലാരാജുവിന്റെ അവസാനത്തെ അഭിപ്രായം എന്താ? അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? CPM-ന്റെ നേതാക്കന്മാർ, ഇവരുടെ ഗുണ്ടകൾ, ഇവരുടെ കൗൺസിലർമാർ അവരെ ആക്രമിച്ചു, വസ്ത്രം വലിച്ചു കീറി, ഭീഷണിപ്പെടുത്തി, ആക്രോശിച്ചു, അവരെ പൊതുമധ്യത്തിൽ ആക്ഷേപിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ട് അവരെ വണ്ടിയിൽ വലിച്ചു കയറ്റി കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് അവർ വേറെ കുറെ സ്ഥലത്ത് കൂടി ചുറ്റിച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചു. ഇവിടെ ഏരിയ സെക്രട്ടറി തന്നെ സമ്മതിച്ച ഒരു കാര്യമുണ്ട്, രാവിലെ 10:30 മുതൽ 4:30 വരെ ഏരിയ കമ്മിറ്റി ഓഫീസിലായിരുന്നു. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, അവർ 4:30 വരെ എവിടെയായിരുന്നു എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിനും പോലീസിനും ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ CPM-കാർ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകളെ പാർപ്പിക്കുന്ന തടങ്കൽ പാളയമായിട്ട് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് മാറിക്കൊണ്ടിരിക്കുക, അല്ലേ? ഇവിടെ സെൽഭരണം നടക്കുക. ഇവിടെ എതിരഭിപ്രായം പറയുന്ന ആളുകളെ സർവ്വ രീതിയിലും ആക്രമിച്ചില്ലാതാക്കാൻ നോക്കുന്ന CPM-ന്റെ സ്ഥിരം പരിപാടിയാണിത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, കലാരാജു 4 ദിവസക്കാലം CPM-ന്റെ നേതാക്കന്മാർ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല, ഫോണിൽ കിട്ടിയില്ല, അവർ വേറെ സിം ഉപയോഗിച്ചിട്ടുണ്ടോ പരിശോധിക്കണമെന്ന്. അത് പരിശോധിക്കണം, നിങ്ങൾ പരിശോധിച്ചോ. പക്ഷെ ഒരു കാര്യം അതിനു മുമ്പ് പരിശോധിക്കണം, ആ നവീൻ ബാബുവിനെ കൊല്ലാൻ വിട്ട PP ദിവ്യ 10-14 ദിവസം ഒളിവിലായിരുന്നു. അവർ അന്നേരം ഉപയോഗിച്ച ഫോൺ ഏതാണ്? അവർ ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്? അവർ വേറെ സിം ഉപയോഗിച്ചിട്ടുണ്ടോ? അവർ എവിടെയായിരുന്നു ഒളിവിരുന്നത് എന്ന് കേരള പോലീസ് ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ മഞ്ജുഷയോടും മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കണം. കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയണം, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ കഴിവ് അവിടെയും കൂടി കാണിക്കണം. ഇനി രണ്ടാമത്തത്, മറ്റൊരു കാര്യം പറയുന്നത്, അദ്ദേഹം അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള പിറവം MLA അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം, അക്രമി സംഘം എന്ന അനൂപ് ജേക്കബ്. അനൂപേ, ഈ അനൂപ് ജേക്കബ് എന്ന് പറഞ്ഞ പിറവ MLA കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യരോട് കർക്കശമായിട്ടൊന്ന് സംസാരിച്ചത് CPM-ന്റെ നേതാക്കന്മാർക്ക് പറയാൻ പറ്റുമോ? അവിശ്വാസ പ്രമേയം കൊടുത്തത് മുതൽ ഞങ്ങളുടെ നേതാക്കന്മാർക്കും കൗൺസിലർമാർക്കും CPM-ന്റെ ഭീഷണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകുന്നു, ഞങ്ങൾ കോടതിയിൽ പോയി ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ അടിക്കുന്നു, പോലീസ് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടി കോടതി ഉത്തരവിടുന്നു. കോടതി ഉത്തരവ് പ്രകാരമാണ് അവിടെ പോലീസ് വരുന്നത്, പോലീസ് ബന്ദോബസ്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രവർത്തകർക്കും കൗൺസിലർമാർക്കും സംരക്ഷണം നൽകാൻ UDF-ന്റെ MLA-മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാർ വരും. അതിലെന്താ തെറ്റുള്ളത്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്യണ്ടേ? അത്രയെങ്കിലും ചെയ്യേണ്ട ഒരു പ്രസ്ഥാനത്തിന്റെ കൗൺസിലർമാർക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവന് പോലും സംരക്ഷണം കൊടുക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് കൊടുക്കുമ്പോൾ, പോലീസിന്റെ സംരക്ഷണം ഉത്തരവിടുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങൾ അവിടെ അണിനിരുന്നതിൽ എന്താ തെറ്റുള്ളത്? ഞാൻ ചോദിക്കുന്നത്, ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന CPM-ന്റെ ഗുണ്ടകളും പ്രവർത്തകരും എന്തിനവിടെ വന്നു? അതിനാണ് മറുപടി പറയുന്നത്. അവർ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നല്ലേ? അവർ ഈ തെരഞ്ഞെടുപ്പിൽ ബഹിഷ്കരിച്ച ആളുകളല്ലേ? അപ്പൊ ഞാൻ പറയുന്നത്, ഇവർ വനിതാ മതിൽ കെട്ടാൻ വേണ്ടി 10-25 വർഷക്കാലം കലാരാജുവിനെ പോലുള്ള
ആളുകൾ CPM-ലൂടെ വളർന്ന ആളുകളാ അല്ലെ? വിദ്യാഭ്യാസമുള്ള ആളുകൾ, സമൂഹത്തിൽ അന്തസ്സോടെ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിൽ കടന്നു വന്ന് ഇവരുടെ കൗൺസിലറായ കലാരാജുവിനെ ഉൾപ്പെടെ ഇവർ കഴിഞ്ഞ വനിതാ മതിൽ കെട്ടാൻ കേരളത്തിന്റെ പൊതുവഴിയിൽ പൊരിവെയിലത്ത് കൊണ്ടുപോയി നിർത്തില്ലേ? ഈ കലാരാജു ഉൾപ്പെടെ കൈകോർത്ത് പിടിച്ച് കെട്ടിയ വനിതാ മതിൽ ആ പൊതുവഴിയിൽ തന്നെ പരസ്യമായിട്ട് അവർ അധിക്ഷേപിക്കപ്പെട്ടില്ലേ? അവരെ ആക്രോശത്തിന് ഇടയാക്കിയില്ലേ? അവരെ കൊല്ലാൻ ഭീഷണിപ്പെടുത്തില്ലേ? കാല് വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞില്ലേ? അവരെ അതിക്രമിച്ചില്ലേ? അവരെ കയ്യേറ്റം ചെയ്തില്ലേ? ആക്രമിച്ചില്ലേ? വസ്ത്രം വലിച്ചു കീറിയില്ലേ? ഇതിനെയാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയാ. കാരണഭൂതന്റെ കാലത്തെ കൂത്താട്ടുകുളം മാതൃക, സ്ത്രീ സുരക്ഷയുടെ കൂത്താട്ടുകുളം മാതൃക. എന്നിട്ട് ഇവർ ന്യായീകരിക്കുകയാണ് ഞങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കലാരാജുവിന്റെ മക്കളുടെ പരാതിയിൽ 1-ാം പ്രതിയായിട്ട് കേരള പോലീസ് കേസെടുത്തിരിക്കുക. ഒരു വനിതയ്ക്കെതിരെ നടന്ന അക്രമത്തിൽ 1-ാം പ്രതിയായിട്ട് കേസെടുത്തിരിക്കുന്ന കേസിലെ 1-ാം പ്രതി അവിടുത്തെ ഏരിയ സെക്രട്ടറി PB രതീഷ എന്നോടും അനൂപിനോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരള പോലീസ് കണ്ടില്ലേ? 3 ദിവസം മുമ്പല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് സ്ത്രീകൾക്കെതിരെ ആരെങ്കിലും ഒന്നും ഇന്ത്യയിൽ എന്തെങ്കിലും കണ്ണുരുട്ടി കാണിച്ചാൽ പോലും നടപടിയെടുക്കും നിമിഷങ്ങൾക്കകം എന്നാ പറഞ്ഞേ. എന്നിട്ട് എന്റെ ഏരിയ സെക്രട്ടറി മനോരമ ചാനലിൽ വന്ന് പരസ്യമായിട്ട് ചർച്ചയ്ക്കിരിക്കുന്നു. എന്റെ CPM-ന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ പോലീസിന് മുട്ടിടിക്കുന്നത് DYSP-യുടെ നേതൃത്വത്തിലാ. തട്ടിക്കൊണ്ടുപോയ വാഹനത്തിന്റെ ഡോർ അടച്ചു കൊടുത്തത് പോലീസിന്റെ നേതൃത്വത്തിലാ. വാഹന ഗതാഗത തടസ്സമുണ്ടായപ്പോൾ ഗതാഗത തടസ്സം മാറ്റിക്കൊണ്ട് വഴിയിൽ കിടന്ന ലോറി മാറ്റിക്കൊടുത്തുകൊണ്ട് തട്ടിക്കൊണ്ടുപോയ വാഹനത്തിന് സഞ്ചരിക്കാനുള്ള വഴിയൊരുക്കി കൊടുത്തത് പോലീസ് നോക്കുകുത്തിയായിരുന്നു. ഇവിടെ പോലീസും CPM-ന്റെ നേതാക്കന്മാരും ഗുണ്ടകളും അറിഞ്ഞുകൊണ്ട് അഴിഞ്ഞാടി നടത്തിയ അക്രമ നാടകമാണ് കൂത്താട്ടുകുളത്ത് അരങ്ങേറിയത്. മറുപടി പറയേണ്ടി വരും. ഇനി കലാരാജു ഒളിവിൽ പോയി നോക്കി. ആരെ പേടിച്ചിട്ടാ ഒളിവിൽ പോകുന്ന അനൂപേ? ആരെ പേടിച്ചിട്ടായിരിക്കണം? എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരെ പേടിച്ചിട്ടായിരിക്കില്ലല്ലോ. അപ്പോൾ ആരെ പേടിച്ചിട്ടായിരിക്കും ഒളിവിൽ പോയിട്ടുണ്ടെങ്കിൽ? ഒളിവിൽ പോയതാണെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ ആരെ പേടിച്ചിട്ടായിരിക്കും പോയിട്ടുള്ളത്? അതുകൂടി അന്വേഷിക്കണം. അത് ആരെ പേടിച്ചിട്ട് എന്ന് പറയണ്ടേ? അല്ല, ജീവിച്ചിരിക്കുന്ന കലാരാജുവും അവരുടെ മക്കളും കൊടുത്ത പരാതി ഉണ്ടല്ലോ. ജീവിച്ചിരിക്കുന്ന കലാരാജു അല്ലേ 10 മിനിറ്റ് മുമ്പ് അനൂപിനോടും എന്നോടൊക്കെ സംസാരിച്ചത്? അവരെ തട്ടിക്കൊണ്ടുപോയത് CPM ആണ്. തട്ടിക്കൊണ്ടുപോയിട്ട് 10:30 മുതൽ 4:30 വരെ ഏരിയ കമ്മിറ്റി ഓഫീസിലെ പാർപ്പിച്ചിരുന്നെന്ന്, തടങ്കലിൽ വെച്ചതെന്ന്. അല്ലാതെ അവരെ 4 ദിവസം കോൺഗ്രസ് തട്ടിക്കൊണ്ടുപോയെന്ന് അവർക്ക് പരാതിയില്ല. കോൺഗ്രസ് അവരെ സംരക്ഷിച്ചു എന്നാണ് അവർ പറയുന്നത്. കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ അവർ പറഞ്ഞത് പ്രകാരം അവരുടെ പ്രയാസങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചികിത്സ കൊടുക്കാഞ്ഞിട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മറ്റൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി അവർക്ക് ചികിത്സ കൊടുത്തു എന്നാ പറഞ്ഞ്. കോൺഗ്രസ് പ്രവർത്തകർ അവർക്ക് നല്ലത് ചെയ്തു എന്നാ പറഞ്ഞത്. അനൂപേ, ഈ ചർച്ച കാണുന്ന ആളുകൾ തീരുമാനിക്കട്ടെ, ശരിയും തെറ്റും, അല്ലെങ്കിൽ ഇതിൽ ന്യായ അന്യായങ്ങൾ ആളുകൾ തീരുമാനിക്കട്ടെ. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ? അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച കലാരാജു, 10-25 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കലാരാജു, ആ കലാരാജുവിനെ കോൺഗ്രസ് പ്രവർത്തകർ 4 ദിവസം സ്വാധീനിച്ചത് കൊണ്ട് അവർ ഇവർക്കെതിരെയൊക്കെ മൊഴി കൊടുത്തു എന്ന് പറയാം. അപ്പൊ ഇവരുടെ 25 വർഷത്തെ സ്റ്റഡി ക്ലാസ്സിന് എന്ത് വിലയുണ്ട്? ഇവരുടെ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച ആ പാർട്ടി പാരമ്പര്യത്തിന് എന്ത് വിലയുണ്ട്? കോൺഗ്രസ്സുകാരെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ 4 ദിവസം സ്വാധീനിച്ചാൽ മറിയുന്ന ആളാണോ കേരളത്തിലെ CPM-ന്റെ കൗൺസിലർമാർ? എന്ത് അല്പത്തരമൊക്കെ ഈ പറയുന്നത്? ഇനി അതിനപ്പുറത്ത് ഞാൻ ചോദിക്കട്ടെ, കലാരാജുവിനെ സ്വാധീനിച്ചു എന്ന് പറയുന്ന CPM-ന്റെ ഏരിയ സെക്രട്ടറി കലാരാജു തന്നെ ഈ ചാനലിൽ വന്ന് ഇപ്പോൾ നമ്മോട് പറഞ്ഞ അവർ നേരിട്ട അധിക്ഷേപങ്ങൾ, അക്രമങ്ങൾ, ആക്ഷേപങ്ങൾ, വസ്ത്രാക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആ വിഷയത്തെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം അഡ്രസ് ചെയ്യാതെ പോകുന്നത്? ഇനി അദ്ദേഹം പറയുന്നത് എന്താ? അന്വേഷിക്കണമെന്ന്. അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം. പക്ഷെ അന്വേഷിക്കുന്നത് അവരെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഡോർ അടച്ചു കൊടുത്ത് വഴിയൊരുക്കി കൊടുത്ത ആ DYSP-യുടെ നേതൃത്വത്തിലുള്ള കാക്കി സംഘം ആവരുത്. അതിന് മേലെയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള, ക്രെഡിബിലിറ്റിയുള്ള, വിശ്വാസ്യതയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണം. അങ്ങനെ ആരെങ്കിലും കേരള പോലീസിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ. ഇനി അദ്ദേഹം പറയുന്നത് എന്താ? CPM-ന്റെ കൂടെ വന്ന കലാരാജു എന്ന്. കലാരാജു പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ വരാനല്ല വന്നത്, ഞാൻ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ മുനിസിപ്പൽ ഓഫീസിലേക്ക് വന്നതെന്നല്ലേ പറഞ്ഞേ? ആ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് ഇവരല്ലേ? എന്നിട്ട് വീണ്ടും കള്ളം പറയാ കൂടെ വന്നു എന്ന്. ഇവർ പറയുന്ന അടുത്തത് എന്താ? സ്വതന്ത്രയായിരുന്നാൽ, കലാരാജു സ്വതന്ത്രയായിരുന്നാൽ കോൺഗ്രസിന് പേടിയാണത്രേ, കോൺഗ്രസിന്റെ സ്വാധീനം പുറത്തു വരുമെന്ന്. കലാരാജു സ്വതന്ത്രയായിട്ട് ഇരിക്കരുതെന്ന് ആഗ്രഹിച്ചത് കൊണ്ടല്ലേ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4:30 വരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഈ മഹാന്റെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ കലാരാജുവിനെ തടങ്കലിൽ വെച്ചത്? എന്തുകൊണ്ട് അവരെ സ്വതന്ത്രയാക്കി വിടാൻ പറ്റിയില്ല? അരുവാൾ ചുറ്റിക മത്സരത്തിൽ മത്സരിച്ച് വിജയിച്ച CPM-ന്റെ കറ തീർന്ന ഒരു സഖാവിനെ പൊതുമധ്യത്തിലേക്ക് സ്വതന്ത്രയാക്കി വിടാൻ എന്തുകൊണ്ട് CPM-ന് ഇത്ര ഭയം? അന്ന് വിട്ടുകൂടായിരുന്നോ? ആ ചർച്ച നടക്കുന്ന സമയത്ത് അവർ ആർജവത്തോടെ വന്ന് ആ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ പാർട്ടിയുടെ നയം പറയട്ടെ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് വിചാരിച്ചില്ല? അപ്പൊ അവർ സ്വതന്ത്രയായിട്ട് ഇരിക്കുന്നതിൽ ഭയപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ്. ഇനി അതിനപ്പുറത്ത് ഈ കുറെ കാലം മുമ്പ് കയ്യൂർ സമരനായകൻ കണ്ണന്റെ
കൊച്ചുമകൾക്ക് വീട്ടിലെ പറമ്പിലെ തേങ്ങ ഇടാനായിട്ട് CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടസ്സം ചെയ്തത് അല്ലേ? അപ്പൊ ഇതുപോലെ നിരന്തരം ഒരു പരിപാടികൾ നടത്തുന്നുണ്ട്. മറ്റു പാർട്ടിക്കാരെ കൊന്നും കൊല വിളിച്ചും ആക്രമിച്ചും അടുത്തപ്പോ സ്വന്തം പാർട്ടിക്കാരെ നേരെയാണ് ഇവർ അക്രമം നടത്തുന്നത്. ഒരു കാര്യം കൂടി പൂർത്തിയാക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം ചെയ്തപ്പോ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയല്ലോ. PV അൻവറിനെ ഒരു സമരത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം പിടിച്ചുകൊണ്ടുപോയല്ലോ. ആ ആവേശമൊന്നും എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ PB രതീഷിനെ, കലാരാജുവിനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള PB രതീഷിനെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് കേരള പോലീസ് മടിക്കുന്നത്? എന്തുകൊണ്ടാണ് ആർജവമില്ലാത്തത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരള പോലീസിന്റെ കാക്കി കുപ്പായത്തിന്റെ ഉള്ളിൽ CPM-ന്റെ റെഡ് വോളണ്ടിയർമാരാണ്. അതുകൊണ്ടാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് കൂട്ടി നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് കേരള പോലീസ് പങ്കെടുത്തതിന് നന്ദി. സമയക്കുറവുണ്ട്, ഇടപെടുകയാണ്.